ഇതിപ്പോൾ എന്തോരോ സന്തോഷം ആകേണ്ടത് അകലി പൊടി കാറ്റി കിടന്നിട്ടേ ഞങ്ങൾക്ക് ഇത്രയും അളവെല്ലാം ആക്കി തന്ന കൃഷിക്ക് വലിയ നന്ദി പറയണ്ടേ. അല്ല കൃഷിയല്ലേ നമുക്ക് മേടിച്ചുകൊണ്ട് തന്നെ അവരോട്. ഞാൻ ആരൊക്കെയാന്ന് പറയാം, അത് ന്യൂസിലാൻഡിൽ നിന്നുള്ള കുറച്ച് പേരാ, ഒരു പറ്റം സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ മതി എന്നോട് പറഞ്ഞേ. ന്യൂസിലാൻഡിൽ നിന്നുള്ള അവരാണ് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു കേട്ടോ. അവർക്ക് നന്ദി പറയാലോ. അതെ അതെ. നമ്മളെ ഇത്ര സഹായിച്ച ആൾക്കാരെല്ലാം നന്ദി പറയുകയാണ്. ഇപ്പം നന്ദി പറഞ്ഞാൽ പോരാ, അത് അത്രയും പോരാ. ഇതൊക്കെ ചെയ്യും എല്ലാം മുന്നേ ആരും ചെയ്തു തരുമല്ലേ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ചപ്പമല പ്രദേശത്താണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ മത്തഞ്ചേട്ടന് വാതിലും ജനലൊക്കെ പിടിപ്പിച്ച് കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലായിരുന്നു. നിങ്ങൾ കണ്ടാണ് ഇതിന് മുന്നേ അതിൻ്റെ കട്ടലയും കാര്യങ്ങളൊക്കെ വെച്ചതും ചുമന്ന കയറ്റി കൊണ്ടുവന്നതും അത് പിന്നെ ഇത് പിടിപ്പിക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടതാണ്. ആ കട്ടല പിടിപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു 10-20 ദിവസമായി. നമുക്ക് ഡോറ് കിട്ടാനായിട്ട് വളരെയധികം ലേറ്റായി. നമ്മളോട് തരാമെന്ന് പറഞ്ഞ് കടക്കാർ കുറേ ലേറ്റാക്കി കളഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വന്നത്. അങ്ങനെയായാലും 10-20 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ ഡോറ് പിടിപ്പിക്കാനായിട്ടുള്ള പരിപാടിയാണ്. അത് ഡോറ് മാത്രമല്ല ജനൽ പിടിപ്പിക്കും. 3 ദിവസത്തെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ആ ഒരു ഡോറും പിടിപ്പിക്കാൻ പോകാം, അതുപോലെ തന്നെ ജനലും പിടിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഇതില്ല ഇത് തേക്കാം. രാവിലെ തന്നെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ വാതിൽ പിടിപ്പിക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇന്നാണ് നമുക്ക് ആശാരിയെ കിട്ടിയ. അപ്പോൾ എൻ്റെ വർക്ക് തുടങ്ങാൻ ഇതാണ് വാതിൽ. ഈ മോഡൽ തന്നെയാണ് എല്ലായിടത്തും നിൽക്കുന്നത് കേട്ടോ. പുറത്ത് നല്ല മഴയും കോടയാണ്. ചങ്ങായി ഒന്നുമില്ല. അല്ല ഇപ്പൊ ഏതാളെ വിളിച്ചപ്പോ നല്ല സ്ട്രോങ് വാതിൽ തന്നെയാണ് കേട്ടോ. വാതിലിനൊക്കെ നല്ല കനമാണ്. ഇന്നലെ കയറ്റിക്കൊണ്ട് വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടുത്തു പോകും കേട്ടോ. അമ്മര് വെയിറ്റാണ്. നല്ല കനമുള്ള വാതിലാണ്. അതിൽ ഇത് പുറകുവശത്താട്ടോ. ബൾബിടാൻ പറ്റുള്ളൂ, അല്ലാത്ത റോഡിനൊന്നും ബൾബില്ല. അങ്ങനെ വാതിൻ്റെ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കുറ്റിയും ലോക്കും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചു. നമുക്ക് ഏതായാലും തുറന്നു നോക്കാം. ഇത് ആ നടുക്കത്തെ റൂമിൻ്റെ അവിടുത്തെ വാതിലാണ് കേട്ടോ. പൊടിയുണ്ട്, അത് ഇനി തുടച്ച് വൃത്തിയാക്കണം. കാരണം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് മുറിക്കുകയൊക്കെ ചെയ്തുകൊണ്ട്
അതിൻ്റെ പൊടിയാണ് കേട്ടോ. ഡോറ് നല്ല ഡോറിൻ്റെ ഒരു വെയിറ്റ് മനസ്സിലാക്കാനാണ് നമ്മളിങ്ങനെ ചേർപ്പിക്കുന്നത് കേട്ടോ. ഇതാണ് മത്തഞ്ചേൻ്റെ റൂമിലെ വാതിൽ കേട്ടോ. ഇതാ അതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. സെറ്റായി. ഇങ്ങനെ അടച്ച് നോക്കാം നമുക്ക്. ജസ്റ്റ് ഉണ്ടോ, കുറ്റിയും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഡോറാട്ടോ. അപ്പോൾ അവർക്ക് വാതിലില്ല എന്നുള്ള ആ പ്രശ്നങ്ങൾ തീർന്നു. അതുപോലെ ഇപ്പുറത്തും ഈ ഡോറിൻ്റെയും ഒക്കെ പിടിപ്പിച്ച് കഴിഞ്ഞു. എന്താ കംപ്ലീറ്റ് സെറ്റായി കേട്ടോ. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല വാതിലുമാണ്. അതുകൊണ്ട് നല്ല കട്ടിയുണ്ട് ഡോറിന്. അതുപോലെ തന്നെ ഇവിടെ ഇനി അതിൻ്റെ ഇത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ അടുക്കളയിലും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പൊടിയൊക്കെ തൂത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായി. അങ്ങനെ ഡോറിൻ്റെ പണിയെല്ലാം പൂർത്തിയായി കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ജനലിൻ്റെ പണിയാണേ. അല്ല അതല്ല അപ്പം അങ്ങനെ ഇതാ നമ്മുടെ ജനലും വാതിലും എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. എല്ലാം നല്ല വൃത്തിയായി കേട്ടോ. ചേച്ചിയെ ആ വാതിലൊക്കെ നടക്കാവോ ചുമ്മാ. അപ്പം അങ്ങനെ നമ്മുടെ വാതിൽ റെഡി ആയിരിക്കണം കേട്ടോ. അത് ഫ്രണ്ടിലത്തെ വാതിലാണ്. അന്ന് വന്നപ്പോൾ മുഴുവനും പൊടിയായിരുന്നു. ഏതായാലും പൊടിയൊക്കെ വൃത്തിയാക്കി എല്ലാം സെറ്റപ്പാക്കി കേട്ടോ. ഞാൻ ഉള്ളിലേക്ക് കയറുവാണെങ്കിൽ ഇവിടെ ഒരു ജനലും കാര്യങ്ങളൊക്കെ ആയി. അതേപോലെ ഈ ഡോറയിൽ പ്ലാസ്റ്റിക് ഇട്ട് വെച്ചേക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് വെള്ളം അടിക്കുന്നതുകൊണ്ട് പ്ലാസ്റ്റിക് ഊരാണ്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് അതേപോലെ തന്നെ ഡോറാണിത്. അതേപോലെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ തന്നെ ഡോറായിട്ടോ. ഇപ്പോൾ എന്തായാലും അവരുടെ അത്യാവശ്യം കാര്യങ്ങൾ സേഫായി മാറിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷേ ഇതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതായത് നമുക്ക് മത്തഞ്ചേട്ടനോടും ചേച്ചിയോടും സംസാരിക്കാവേ. മത്തഞ്ചേട്ടാ ചേച്ചി, അങ്ങനെ ജനലും വാതിലൊക്കെ പിടിപ്പിച്ചല്ലേ? ജനലും വാതിലും എല്ലാം പിടിപ്പിച്ചു. സന്തോഷമായോ? സന്തോഷമായി. ഇതുപോലെ എന്തോരോ സന്തോഷം ആകേണ്ടത്. അഗ്ലി പൊടി കാറ്റി കിടന്നിട്ടേ ഞങ്ങൾക്ക് ഇത്രയും അടവെല്ലാം ആക്കി തന്ന കൃഷിക്ക് വലിയ നന്ദി പറയണ്ടേ. അല്ല, കൃഷിയിലെ നമുക്ക് വെച്ചുകൊണ്ട് തന്നെ ഞാൻ ആരൊക്കെയാന്ന് പറയാം. അത് ന്യൂസിലാൻഡിൽ നിന്നുള്ള കുറച്ച് പേരാ, ഒരു പറ്റം സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ മതി എന്നോട് പറഞ്ഞേ. ന്യൂസിലാൻഡിൽ നിന്നുള്ള അവരാണ് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു കേട്ടോ. അവർക്ക് നന്ദി പറയാലോ. അതെ അതെ. ഏതായാലും നമ്മൾ മാർച്ച് മാസം ഇത് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ ആരംഭിച്ചതാ. ഇപ്പോഴാണ് നമ്മളെ പരിപാടി തീർന്നത്. ജൂൺ മാസം കഴിയാറായി. പണിക്കാരെ കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏതായാലും സന്തോഷമായില്ലേ? അതിലൊക്കെ നല്ല വാതിലല്ലേ? ജനലോ നല്ലതായി. എന്റെ കൃഷിയെ അടുക്കൂല തന്നെ വേണം അല്ലേ? ഇനിയിപ്പോ വാലടിച്ച് കിടക്കാലോ അല്ലേ? വാതിലില്ലാഞ്ഞിട്ടാണ് നമുക്ക് ഇത്രയും വലിയ വിഷമം. കാരണം ഇപ്പൊ കാറ്റ് വന്നാലും എല്ലാം കുഴപ്പമില്ല. പൂവായിട്ട് അടിപൊളി. ആനയൊന്നും കിട്ടുകയില്ല. നമ്മളെ ഇത്രയും സഹായിച്ച ആൾക്കാരെ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇപ്പം നന്ദി പറഞ്ഞാൽ പോരാ. അത് അത്രയും പോരാ. ഇതൊക്കെ ചെയ്യും എല്ലാം മുന്നേ ആരാ ചെയ്തു തരുമല്ലേ? ആരാ ഇതൊന്നും ചെയ്തു തരുന്നില്ല. അങ്ങനെ
ഏതായാലും അവരങ്ങനെ ചെയ്തോണ്ടാട്ടോ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ കേട്ടോ. അതെ ഇതിനൊരാള് വേണമല്ലോ, കൃഷിയെ പോലെ ഒരാളുണ്ടായിട്ട്. എന്റെ കാര്യമല്ല പറഞ്ഞേ, അവരുടെ കാര്യം അവര് അതെ അവര് അത് തന്നെ നമ്മളിത് വീഡിയോ കാണിച്ച് അങ്ങനെ അവർക്ക് കണ്ടുവന്ന് മാത്രം, അതെ കാണാനൊരു നിമിത്തമായിന്ന് മാത്രം. അങ്ങനെ ഒരാളുണ്ടായിട്ടല്ലേ. കണ്ണിലേക്ക് വിളിച്ചു പിടിക്കുന്നുണ്ടല്ലേ, കണ്ണിലേക്ക് വിളിച്ചു പിടിക്കുന്നുണ്ടല്ലേ, അല്ലാണ്ട് കിട്ടിയല്ല. അല്ലാതെ നിങ്ങളെ കാണില്ല, അങ്ങോട്ട് നോക്കണ്ട, അതിന്റെ അകത്തോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കുന്നില്ല, അങ്ങോട്ട് നോക്കണ്ട, അല്ലാതെ നിങ്ങളെ കാണാൻ പറ്റിയല്ലേ, വെളിച്ചം പോയില്ലേ. അപ്പൊ ശരി കേട്ടോ, സന്തോഷായില്ലേ? സന്തോഷമായി. ഇനി എപ്പോഴേലൊക്കെ ഞാൻ ഇടയ്ക്ക് വരാം കേട്ടോ. ആയിക്കോട്ടെ. ഇന്ന് രാവിലെ കൊണ്ടുവന്ന ബീഫൊക്കെ കറി വെച്ചോ? കഴിക്കുന്നോ? വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾ അപ്പുറം അങ്ങഞ്ഞാന്റെ അടുത്ത് ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നു. ശരി കേട്ടോ എന്നാ. ആയിക്കോട്ടെ. ഓക്കെ. അങ്ങനെ ജനലിൻ്റെയും വാതിലിൻ്റെയും ദീർഘനാളത്തെ ഒരു പണി നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതൊന്ന് പൂർത്തിയാകാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ വളരെയധികം വിഷമമായിരുന്നു. കാരണം മത്തഞ്ചേട്ടന് കണ്ണും കാണില്ല, ചേച്ചിക്ക് ചെവിക്കും കേൾവി കുറവ്, ചെവിയല്ല ഏകദേശം ഒരു 50% കേൾവിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് അവരൊറ്റയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ അവർക്ക് അടച്ചുറപ്പുള്ളൊരു സംഭവം ഇല്ലായിരുന്നു, വീട് ഇല്ലായിരുന്നു, അതാണ് സത്യം. വാതിലുകളെല്ലാം പോയതായിരുന്നു. നമ്മൾ ഏറ്റവും ആദ്യം മാർച്ച് മാസത്തിൽ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതും ആണ്. അന്നാണ് ന്യൂസിലാൻഡിൽ നിന്നുള്ള ഒരു പറ്റം സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. പ്രത്യേകിച്ച് നെൽസൺ എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കുറേ കൂട്ടുകാരും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ന്യൂസിലാൻഡിൽ നിന്നാണ് അവരെല്ലാവരും. അപ്പോൾ അവരാണ് ഈ വാതിലും ജനലും അതുപോലെ തന്നെ കട്ടിലയും എല്ലാം സ്പോൺസർ ചെയ്തത് കേട്ടോ. അപ്പോൾ അവരെ ഒത്തിരി നന്ദിയോടുകൂടി നമ്മളിവിടെ ഈ ഒരു വീഡിയോയിൽ ഓർക്കുകയാണ്. ഈ ഒരു വീഡിയോയിലല്ല, നമ്മൾ ഇത്രയും നാളത്തെയും നമ്മുടെ ആ ഒരു പരിപാടിയുടെ കാരണക്കാർ അവരാണ്. അപ്പോൾ അവരെ വളരെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അവർ മത്തഞ്ചേട്ടനും ചേച്ചിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു അവർക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. അപ്പോൾ അവർക്ക് അടച്ചുറപ്പുള്ള നല്ല വാതിലുകൾ തന്നെയാണ് നമ്മൾ പിടിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം തരക്കേടില്ലാത്ത ജനലുമാണ് പിടിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. ഫൈബറിൻ്റെ ജനലാണ്, അത് മതി. ജനലാകുമ്പോൾ നമുക്ക് ജനൽ പാളിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ജനലും നമുക്ക് കാറ്റ് കയറാതിരിക്കുക അല്ലെങ്കിൽ അടച്ചിടുക എന്നുള്ള ഒരു ഗുണം മാത്രമേ ആക്ച്വലി ജനൽ കൊണ്ടുള്ളൂ, ജനൽപ്പാളി കൊണ്ടുള്ളൂ. അപ്പോൾ ഏതായാലും ബാക്കിയെല്ലാം വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. അപ്പോൾ ഇതിനായിട്ട് സഹായിച്ച ന്യൂസിലാൻഡിൽ നിന്നുള്ള ആ ഒരു പറ്റം സുഹൃത്തുക്കളോട് ഒത്തിരിയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുറച്ച് നാളത്തെ ആ ഒരു അധ്വാനം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇതുകൊണ്ടൊന്നും നമ്മൾ ഈ ഒരു ആൾക്കാരെ ഒന്നും നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. ഇനിയും നമ്മൾ പല കാര്യങ്ങൾക്കും ഇടയ്ക്കൊന്ന് വന്ന് ഇവിടെ അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് ഈ മലമുകളിൽ ഈ മഴയത്തൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. പ്രത്യേകിച്ച് ആനയുടെ പ്രശ്നമൊക്കെ ഉണ്ട്. വളരെ റിസ്ക് എടുത്തൊക്കെ തന്നെയാണ് നമ്മളിവിടെ വരുന്നതും ഒക്കെ. ഏതായാലും നമുക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഒരു ഗുണം അവർക്ക് കിട്ടാനായിട്ട് നമ്മുടെ ഈ ചാനൽ കൊണ്ട് ഇടയായി എന്നുള്ളത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. ഏതായാലും സഹായിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.